ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണയുടെ ഇതിഹാസവും മുൻ പരിശീലകനുമായിരുന്ന ചാവി തൻ്റെ പുതിയ അഭിമുഖത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ബാഴ്സലോണ പ്രസിഡന്റായ ലാപ്പോർട്ടക്കെതിരെ വലിയ വിമർശനങ്ങൾ ഇദ്ദേഹം ഉന്നയിച്ചു. മെസ്സി FC ബാഴ്സലോണയിലേക്ക് തിരിച്ചെത്തുന്നതിൻ്റെ തൊട്ടരികിൽ എത്തിയിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ അത് ബ്ലോക്ക് ചെയ്തത് ലാപ്പോർട്ടയാണ് എന്നുള്ളത് ചാവി തുറന്നു പറഞ്ഞു. ഇനി ഒരിക്കലും FC ബാഴ്സലോണയിലേക്ക് താൻ മടങ്ങിയെത്തില്ല എന്നുകൂടി ചാവി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാഴ്സ ബോർഡും ലാപ്പോർട്ടയും ചെയ്തു കാണിച്ച നെറികേടുകളെ ഇദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി അദ്ദേഹം ഇതിനോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. അതായത് റാഫീഞ്ഞയുടെയും മറ്റു ചില ബാഴ്സ സൂപ്പർ താരങ്ങളുടെയും കാര്യത്തിൽ ലാപ്പോർട്ടയും അദ്ദേഹത്തിൻ്റെ ബോർഡും വ്യാജവാർത്ത പ്രചരിപ്പിച്ചു എന്നാണ് ചാവി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് താൻ റാഫീഞ്ഞയെ വിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ബാഴ്സ ബോർഡ് റാഫീഞ്ഞയോട് പറഞ്ഞു എന്നാണ് ചാവി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വ്യാജമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ലാപ്പോർട്ടയും ബാഴ്സ ബോർഡും ചെയ്തത് എന്നാണ് ചാവി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലാപ്പോർട്ടയും അലഹാൻഡ്രോ എച്ചവേരിയയും ബാഴ്സ ബോർഡും എനിക്കെതിരെ ഒരു മീഡിയ ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിച്ചിരുന്നു. അതിലെ ഏറ്റവും മോശം കാര്യം എന്തെന്നാൽ അലഹാൻഡ്രോ, റാഫീഞ്ഞ, സെർജി റോബർട്ടോ, പെഡ്രി, അരൗഹോ തുടങ്ങിയ താരങ്ങളോട് സംസാരിച്ചു. എന്നിട്ട് ഞാൻ അവരെ വിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. സത്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് അവരായിരുന്നു. ഇതാണ് ചാവി പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരിക്കലും ചാവി റാഫീഞ്ഞയെ വിൽക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ അത് ലാപ്പോർട്ടയും അദ്ദേഹത്തിൻ്റെ സംഘവും ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമായിരുന്നു. ചാവിക്കെതിരെ ഒരു മീഡിയ ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിച്ചത് ലാപ്പോർട്ടയും അദ്ദേഹത്തിൻ്റെ ബാഴ്സ ബോർഡുമായിരുന്നു. അങ്ങനെയാണ് ചാവിയെ അവർ പുറത്താക്കിയിട്ടുള്ളത് എന്നൊക്കെയാണ് ഇപ്പോൾ ഈ പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും മെസ്സിയുടെ വരവ് തടഞ്ഞത് ലാപ്പോർട്ടയാണ് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അത് വരുന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ലാപ്പോർട്ടയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.